റബ്ബർ വില ഉയർന്നിട്ടും ഗുണം ലഭിക്കാതെ കർഷകർ. റബ്ബർ ഷീറ്റിനെ മറികടന്ന ലാറ്റക്സ് വില ഉയരുമ്പോൾ വിൽക്കുവാൻ കർഷകരുടെ കയ്യിൽ ഉൽപ്പന്നമില്ലാത്ത സ്ഥിതിയാണ്. പ്രതികൂല കാലാവസ്ഥ മൂലം ആഭ്യന്തര ഉൽപ്പാദനം നടക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. വിലവർദ്ധനവിന്റെ അന്തരീക്ഷം സൃഷ്ടിച്ച് വൻകിട കമ്പനികളെ സഹായിക്കുന്ന സമീപനമാണ് റബ്ബർ ബോർഡ് സ്വീകരിക്കുന്നതെന്നാണ് കർഷകർ ആരോപിക്കുന്നത്. 12 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് റബ്ബർ വില. 1 കിലോ RSS4 റബ്ബർ ഷീറ്റിന് 205 രൂപയാണ്. ഷീറ്റിനെ മറികടന്ന് ലാറ്റക്സ് വില 206-ൽ എത്തി. എന്നാൽ ഇതിൻ്റെ പ്രയോജനം സംസ്ഥാനത്തെ റബ്ബർ കർഷകർക്ക് ലഭിക്കുന്നില്ല. സർക്കാർ സബ്സിഡി വൈകിയതുമൂലം റബ്ബർ മരങ്ങളെ റെയിൻകോട്ട് ധരിപ്പിക്കുന്നത് സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കർഷകർക്കായില്ല. മഴ ശക്തമായതോടെ ടാപ്പിങ്ങും നിലച്ചു. ഇതോടെ വിറ്റഴിക്കാൻ ഉൽപ്പന്നമില്ലാത്ത അവസ്ഥയിലാണ് കർഷകർ. വൻകിട ടയർ കമ്പനികളെ സഹായിക്കാനാണ് നീക്കമെന്നും കർഷകർ ആരോപിക്കുന്നു. നിലവിൽ വില വർദ്ധിക്കുകയും ഉൽപ്പാദനം കുറയുകയും ചെയ്തതിന്റെ വെളിച്ചത്തിൽ ഇവിടുത്തെ ടയർ കമ്പനികൾ ഇപ്പോൾ ഒരു ആസൂത്രിതമായ നീക്കം കഴിഞ്ഞ കൊല്ലം നടത്തിയതുപോലെ ഒരു നീക്കം നടത്തുകയാണ്. ഉൽപ്പാദനത്തിന്റെ കുറവിന്റെ പുറകിൽ ഈ പറയുന്ന റബ്ബർ ഷീറ്റ് ഇറക്കുമതി ചെയ്യുന്നതിനുള്ള ഒരു നീക്കം ആരംഭിച്ചിരിക്കുന്നു. ഇതിനെ പ്രതിരോധിക്കണമെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ ശക്തമായി ഇടപെടണം. കാലാവസ്ഥ അനുകൂലമായ ശേഷവും ഉയർന്ന വില അതേപടി നിലനിന്നാൽ മാത്രമേ കർഷകർക്ക് അതിൻ്റെ ഗുണം ലഭിക്കൂ. കപ്പൽ കണ്ടെയ്നർ ക്ഷാമം രൂക്ഷമായതും ഇറക്കുമതി കുറഞ്ഞതും ഇപ്പോഴത്തെ ആഭ്യന്തര വില വർധനവിന് കാരണമാണ്. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.